കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ച് മെനു ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം അഥവാ ഇടിയപ്പമാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ തയ്യാറാക്കുന്നത് നൂലപ്പം അതുപോലെ നാളികേരപ്പാലാണ് കേട്ടോ. നൂലപ്പം എന്ന് പറഞ്ഞാൽ ഇടിയപ്പം. അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലുള്ള ഒരു കോമ്പിനേഷൻ അല്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ആ ഒരു ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ നാളികേരപ്പാൽ കൂട്ടിയിട്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്ന് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പിന്നെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഈ സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പത്തിൻ്റെ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് ബിഗിനേഴ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഒരുപാട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തന്നെ തിക്കായിട്ട് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നൂലപ്പം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കും പല പാത്രങ്ങളിലായിട്ട്. അതിനുശേഷം ഓരോന്നോരോന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ അതായത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കണതിന് മുമ്പ് നമ്മൾ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് വരുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് മാറുമല്ലോ. അപ്പോൾ നമുക്കത് ചുറ്റിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നൂലപ്പം ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം അഥവാ ഇടിയപ്പവും നാളികേരപ്പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളികേരപ്പാലും ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും ഞാനിതിൽ കാണിക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ള ബസ്മതി റൈസ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രം കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക, നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി അതും കൂടി ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കണത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഒരു 6-7 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കോൺഫ്ലോറിൻ്റെ ചെറിയൊരു കോട്ടിങ് കിട്ടണം, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മാക്സിമം അത്രേ ചേർത്താൽ മതി. പിന്നെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ചില്ലി സോസ് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത സോസുകളിൽ എല്ലാത്തിലും തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതിനുശേഷം നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എന്താ പറയുക, എത്ര സമയം വെക്കണോ അത്രയും കൂടുതൽ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒരു 2 ടീസ്പൂൺ അളവിൽ തന്നെ മതി കേട്ടോ. അതിനുശേഷം ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഓവർനൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. അടച്ചു വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് 1/2 കിലോ അളവിൽ. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. 1 വിസിൽ കൊടുത്താൽ മതി. പക്ഷേ ചിക്കൻ ബ്രസ്റ്റ് ആയ കാരണം വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഞാൻ കുതിർത്തിയെടുത്തതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട്.
ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ, ഇപ്പൊ ഇത് വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും സൂപ്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ചിക്കൻ കറികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് ഊറ്റിയെടുക്കുക. തണുത്തതിന് ശേഷം ചിക്കൻ നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അത് കണ്ടില്ലേ, വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് എന്താ പറയുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എണ്ണ ഒരുപാട് അളവിലൊന്നും വേണ്ട, ഒരു ടീസ്പൂണൊക്കെ മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞല്ലോ, റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം വെള്ളം, അതിനുശേഷം മാത്രം അരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് കുഴയരുത്, പക്ഷെ എന്നാലും അത്യാവശ്യം കുക്കായിട്ട് വരണം. ഒട്ടിപ്പിടിക്കരുത്, ആ ഒരു രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ റൈസ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ വരും കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ചിക്കൻ ഫ്രൈ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് തന്നെ വരും. പക്ഷെ മീറ്റ് ഒരുപാട് അങ്ങോട്ട് ഹാർഡ് ആവാൻ പാടില്ല കേട്ടോ. പക്ഷെ കോൺഫ്ലോർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കണ കാരണം അതിന് പുറത്തെ കോട്ടിങ് ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബോൺലെസ് പീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ അല്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ കണ്ടില്ലേ, ബസ്മതി റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കംപ്ലീറ്റ് അങ്ങോട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കുക്കായിട്ട് വരിക. അതിനുശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഒരു പരന്ന പാത്രത്തിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അതായത് നമ്മളിപ്പോ പരന്ന പാത്രത്തിലല്ല ഇടണേന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കുക്കായിട്ട് മാറും. അപ്പൊ പിന്നെ ഫ്രൈഡ് റൈസ് ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കും. അതിനുശേഷം ഫാനിന്റെ താഴെയോ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൈസ് പെട്ടെന്ന് തന്നെ തണുത്ത് വരും. അതുപോലെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കാട്ടോ. റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പോൾ ചിക്കനാണ് കൂടുതൽ അളവിൽ വേണ്ടത്. മുട്ട വളരെ കുറച്ച് തന്നെ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടിയും നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി തന്നെ എടുക്കാം കേട്ടോ. ഈ മുട്ട ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചതാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയും പിന്നെ ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. അതിനുശേഷം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട, അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരിക, അത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷൻ ആണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇപ്പൊ ചൈനീസ് ഐറ്റംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പച്ചക്കറികളൊന്നും.
ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ക്യാരറ്റ് നല്ല ചെറുതായിട്ട് മുറിച്ചത്. ഒരു ക്യാരറ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പച്ചക്കറികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തത്. പിന്നെ ഒരു കുറച്ച് ക്യാബേജ്. അത് എന്താ പറയാ ഫ്രൈഡ് റൈസിന് നമ്മൾ ചേർക്കണ പച്ചക്കറികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ സാധാരണ ഫ്രൈഡ് റൈസിൽ പച്ചക്കറികൾ കൂടുതലാണ് ചേർത്ത് കൊടുക്കാറ്. കുറച്ച് നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ്. പിന്നെ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ട്ടോ. പ്രത്യേകിച്ച് ഫ്രഞ്ച് ബീൻസ് കൂടുതൽ നന്നായിട്ട് തന്നെ വരും. ഇപ്പൊ എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ല. അത് കാരണം ഞാൻ ബീൻസ് ചേർത്തിട്ടില്ല ട്ടോ. അപ്പൊ ചിക്കൻ ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരും. അപ്പൊ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഈ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ ചൈനീസ് വോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതലും നല്ലത്. പിന്നെ എന്താ പറയാ നമ്മുടെ കയ്യിൽ ഏത് പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന്. പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് മാറരുത്. അതുപോലെ ചൈനീസ് ഐറ്റംസ് തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവോ എങ്ങനെയാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ട്ടോ. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ മുട്ട നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കുറച്ച് സമയം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോഴായിരിക്കും ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല എന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതേ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ്. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും കൂടിയും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രൈഡ് റൈസും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്രൈഡ് റൈസിലേക്ക് സോയാ സോസിന് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഡാർക്ക് സോയാ സോസിന് കേട്ടോ. അത് കാരണം ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. പ്രത്യേകിച്ച് വൈറ്റ് വിനിഗർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വേണ്ട. 1 ടീസ്പൂണൊക്കെ മാക്സിമം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സോയ സോസ് ചേർക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർക്കണ്ട. ഫ്രൈഡ് റൈസിന്റെ കളർ തന്നെ മാറിപ്പോവും. പ്രത്യേകിച്ച് ഡാർക്ക് സോയാ സോസ് കുറച്ച് തന്നെ ചേർത്താൽ മതി. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. അരി കണ്ടില്ലേ, അരിയല്ല ചോറ് കണ്ടില്ലേ, തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റൈസ് ആ ഒരു മിക്സിലേക്ക് ചേർത്തതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് ഒരിക്കലും. കുറച്ച് സമയം നല്ല പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഒന്നില്ലെങ്കിൽ തവി ഉപയോഗിച്ച് താഴേന്ന് മുകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് റൈസ് പൊട്ടിപ്പോയരുത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ എല്ലാം കൂടി ഈ എന്താ പറയാ പാൻ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പം അതിന് പറ്റണ രീതിയിലുള്ള പാനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അവർ സാധാരണ ചൈനീസ് വാക്കൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പൊ എൻ്റെ കയ്യിൽ ചൈനീസ് വാക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ചൈനീസ് ഫ്ലേവർ ഇതിന് വരും കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത ആ ഭാഗം റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. എന്ത് ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നല്ലെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ.
അതുപോലെ ഇതിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ചക്കറികൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര, അതായത് ആ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട. 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറികളുടെ കളറൊന്നും ചേഞ്ച് ആവില്ല. ആ ഒരു നല്ല കളറിൽ തന്നെ ഇരിക്കും. അപ്പൊ അതും ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാവുന്ന കോമ്പിനേഷൻസിന്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ, അതുപോലെ ഡ്രാഗൺ ചിക്കൻ, എന്താ പറയുക, ചിക്കൻ മഞ്ചൂരിയൻ, അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയന്റെ ലീവ്സ് കുറച്ച് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതും നല്ലൊരു ഫ്ലേവർ കൊടുക്കണ ഒരു ഐറ്റം തന്നെയാണ് ഫ്രൈഡ് റൈസിന്. ഇതും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ വരും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പീസിന്റെ അതായത് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെജ് ഫ്രൈഡ് റൈസ്, അതുപോലെ എഗ് ഫ്രൈഡ് റൈസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയും ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ചിക്കൻ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ഫ്രൈയും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.